ഹായ് ഹലോ ഗൈസ്. ഇപ്പം എനിക്ക് 9 മാസമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങൾ തന്നെ വാങ്ങിച്ചോളൂ കേട്ടോ, ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ. അപ്പോൾ ആദ്യം തന്നെ ഒരു ഡിറ്റർജൻറ്റാണ് വാങ്ങിയത്. കുട്ടിയുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ പറ്റണത്, നമ്മുടെ ഡ്രസ്സ് വാഷ് ചെയ്യുന്ന സാധനങ്ങൾ കൊണ്ട് കുട്ടിയുടെ വാഷ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ്. പിന്നെ ഒരു മെറ്റാനിറ്റി പാഡ് വാങ്ങി, പിന്നെ 2 ഫീഡിങ് ബ്രാ വാങ്ങി. അധികം ഒന്നും വാങ്ങിയിട്ടില്ല, ഇത് തന്നെയാണ് എനിക്ക് വേണ്ടി ഞാൻ വാങ്ങിയിരിക്കണത്. ഈ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വാങ്ങാമല്ലോ. പിന്നെ ഒരു വൈപ്സ് വാങ്ങി, തുണി കൊണ്ട് തുടയ്ക്കണൊക്കെ ഏറ്റവും നല്ലത് അതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ കെട്ടുടുപ്പ് വാങ്ങി. പിന്നെ ന്യൂബോൺ ബേബീസിന് ഏറ്റവും നല്ലത് കെട്ടുടുപ്പാണല്ലോ. അങ്ങനെ ഒരു 4 എണ്ണം വാങ്ങി. ഇപ്പോൾ ഇത് ഹോസ്പിറ്റലിലേക്ക് ആയതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു സോപ്പ് ഹോസ്പിറ്റലിലേക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങി. പിന്നെ ഒരു ബാത്ത് ടവൽ വാങ്ങി. ഒരെണ്ണം തന്നെ വാങ്ങിയുള്ളൂ. പിന്നെ ഇനി വീട്ടിലൊക്കെ എത്തുമ്പോൾ വാങ്ങാമല്ലോ, എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് കുളിപ്പിക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ അതിന് ശേഷം ഇത് റോംബർന്നോ എന്താണ് പിന്നെ പറയുക, എൻ്റെ പ്രൊണൗൺസിയേഷൻ കൃത്യമായിട്ട് എനിക്കറിയില്ല. ഇങ്ങനെ ഒരെണ്ണം വാങ്ങി. ഇനി കുട്ടിയായിട്ട് കുറച്ചധികം സാധനങ്ങളും ഡ്രസ്സും വാങ്ങാമല്ലോ. പിന്നെ ഒരു റബ്ബർ ഷീറ്റ് വാങ്ങി. ഇത് അറിയാമല്ലോ എന്തിനാണ് യൂസ് ചെയ്യണമെന്നൊക്കെ. പിന്നെ കയ്യമ്മയും കാലുമ്മയൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള പറ്റുന്ന സോക്സ്, അങ്ങനത്തെ ഒരു 2 സെറ്റ് വാങ്ങി കേട്ടോ. ഒരെണ്ണം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരെണ്ണം യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് 2 എണ്ണം തന്നെ വാങ്ങിയുള്ളൂ, കൂടുതലൊന്നും വാങ്ങിയില്ല. പിന്നെ ഇത് റാപ്പറാണെന്ന് തോന്നുന്നു, റാപ്പർ ടവലാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊരു 2 എണ്ണം വാങ്ങി. ഒരു നല്ല ക്വാളിറ്റി ഉള്ളതും നോർമലായിട്ടുള്ള ഒരെണ്ണം വാങ്ങി. പിന്നെ ഇത് ഡ്രൈ ഷീറ്റാണ്, അപ്പോൾ അതും ഒരെണ്ണം തന്നെ വാങ്ങിയുള്ളൂ. പിന്നെ ഇനി വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാമല്ലോ. പിന്നെ തണുപ്പൊക്കെ ഞങ്ങളുടെ തണുപ്പാണ്, പിന്നെ നമ്മുടെ കാലാവസ്ഥ അല്ലല്ലോ കുട്ടികൾക്ക് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നെയ്റ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിലിപ്പോൾ ടോപ്പായിട്ടുള്ള മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പാൻറ്റ് 2 ടൈപ്പ് പാൻറ്റ് ഉണ്ട് കേട്ടോ. ഒരെണ്ണം സോക്സ് ഇടാൻ പറ്റാത്ത, സോക്സ് ഇടേണ്ട ആവശ്യമില്ലാത്തൊരു പാൻറ്റും പിന്നെ കാല് കാണുന്ന ഒരു ടൈപ്പ് പാൻറ്റും ഉണ്ട്. അപ്പോൾ പിന്നെ അങ്ങനത്തെ 2 സെറ്റും വാങ്ങി. ഇനി തണുപ്പായതുകൊണ്ട് തന്നെ പിന്നെ നല്ല കട്ടിയുള്ള തുണിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരെണ്ണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ വാങ്ങി. പിന്നെ അതിന് ശേഷം എൻ്റെ അപ്പുറത്തെ വീട്ടിലത്തെ താത്ത ഞങ്ങൾക്ക് കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു റിസീവിങ് ബെഡും പിന്നെ മോസ്കിറ്റോ ബെഡും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇത്. അപ്പോൾ ഇതാണ് റിസീവിങ് ബെഡ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാണ് മോസ്കിറ്റോ ബെഡ് ഉള്ളത്. പിന്നെ ഇതൊന്നും ഞങ്ങൾക്ക് അതുകൊണ്ട് വാങ്ങിക്കേണ്ടി വന്നില്ല, അതുതന്നെ ഭയങ്കര നല്ല ഉപകാരമായിരുന്നു. അപ്പോൾ ഇത്രയും കുറച്ച് സാധനങ്ങളാണ് നിങ്ങൾ വാങ്ങിച്ചിരിക്കണേ. പിന്നെ ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് പിന്നെ ഇനി എന്താണ് ആവശ്യം വരിക എന്ന് വെച്ചിട്ട് അതിനനുസരിച്ച് വാങ്ങാമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.